ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് SCRT ചാലഞ്ചിൻ്റെ സെക്കൻഡ് ഡേയിലെ വീഡിയോസാണ് ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഡേ ടു ഡേ ആയിട്ട് ചെയ്യണമെന്നൊക്കെ ആയിരുന്നു ആഗ്രഹം, പക്ഷെ അത് നടന്നില്ല. എനിക്ക് അതിന് പ്രധാന കാരണമുണ്ട്. ഇവിടെ മൊത്തത്തിൽ വൈറൽ പനിയും കാര്യങ്ങളുമായിരുന്നു. കുഞ്ഞു മക്കളൊക്കെ എല്ലാവർക്കും പനിയായിരുന്നു. നമുക്ക് പനി വന്നാലും സഹിക്കാം, മറ്റുള്ളവർക്ക് കുഞ്ഞുങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഒട്ടും പറ്റത്തില്ല നമുക്ക്. പിന്നെ ബാക്കിയുള്ളവരെ പരിചരിക്കുന്നതിൻ്റെ ഒപ്പം എനിക്കും കൂടെ പിടികിട്ടപ്പോൾ ഈ ആകപ്പാടെ ഭയങ്കര ക്ഷീണത്തിലായിപ്പോയി, കിടപ്പിലായിരുന്നു. അങ്ങനെ 2 ദിവസത്തെ ക്ഷീണത്തിന് ശേഷം ഞാൻ പതിയെ തലവൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കങ്ങനെ കിടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഇന്നത്തേക്കാട്ടും നേരത്തെ എണീറ്റു. 5:30 എണീറ്റു. 5:30 1 മണിക്കൂർ എനിക്ക് രാവിലെ പഠിക്കാമല്ലോ. മറ്റേ 6 മണിക്കൊക്കെ എണീക്കുകയാണെങ്കിൽ കുറച്ച് ടൈമേ ഇരിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, മോളൊട്ടും സമ്മതിക്കുന്നില്ല. മോളും മറ്റവരൊന്നും സമ്മതിക്കുന്നില്ല. അവർ ഭയങ്കര വാശിയാണ്. ബുക്കെടുക്കാനോ ഇരിക്കാനോ ഒന്നും സമ്മതിക്കുന്നില്ല. എനിക്കും തലവെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അന്ന് കഴിഞ്ഞ ദിവസം ഫസ്റ്റ് ഡേയിൽ 10 പേജസ് വെച്ചാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഇന്ന് 10 പേജസും കൂടെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് പഠിച്ചു തുടങ്ങി. അപ്പോൾ നമ്മൾ ആദ്യം നോക്കിയത് ആധുനിക ഇന്ത്യ ചരിത്രമാണ്. ഇന്ത്യ ചരിത്രത്തിനും 3-4 പാർട്ടായിട്ടാണ് ഇത് തിരിച്ചേക്കുന്നത്. ആധുനിക ഇന്ത്യ ചരിത്രത്തിന് 2-3 പേജും കൂടെ കഴിഞ്ഞാൽ അത് കഴിയും. പിന്നെ ഇതിനകത്ത് കിടക്കുന്നത് മധ്യകാല ഇന്ത്യ ചരിത്രമാണ്. മധ്യകാല ഇന്ത്യ ചരിത്രം എന്ന് വെച്ചാൽ ആധുനിക ഇന്ത്യ ചരിത്രം നമ്മൾ കുറേ തവണ പഠിച്ചിട്ടുള്ളത്, റാങ്ക് ഫയലിലൊക്കെ ഒത്തിരി ഉള്ള കാര്യങ്ങളാണ്. പക്ഷേ മധ്യകാല ഇന്ത്യ ചരിത്രം ഞാനിതുവരെ കേൾക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. എനിക്കൊന്നും, ഞാൻ ഹിസ്റ്ററി ഒന്നും മുമ്പ് പഠിച്ചിട്ടില്ല. പണ്ട് 10th സോഷ്യൽ പഠിച്ച് നിർത്തിയതാണ്. പിന്നെ ഞാൻ അങ്ങനത്തെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും പഠിച്ചിട്ടില്ല. പഠിച്ചതെല്ലാം കൊമേഴ്സ്, BBA ആ രീതിയിൽ, മീൻസ് കണക്ക്, അക്കൗണ്ടിങ് അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ പഠിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് സോഷ്യലൊന്നും അന്നേ പഠിക്കുന്ന ഇഷ്ടമില്ലാത്തതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പം എന്ന് വെച്ചാൽ കുറച്ച് ആഴത്തിലുണ്ട് SCRT. അപ്പോൾ NCERTൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് ചിന്തിക്കാനും കൂടി പറ്റുന്നില്ല. അത് കുറച്ച് വായിച്ച് മനസ്സിലാക്കി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ 10 പേജസ് തീരുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അപ്പം ഞാൻ സത്യത്തിൽ സമയമൊന്നും നോക്കിയില്ല. എപ്പോഴായിരുന്നു കിട്ടുന്ന സമയത്തൊക്കെ ഇരുന്ന് പഠിച്ചപ്പോൾ ഞാൻ അങ്ങനെ പാലിന് പോകുന്ന സമയം, അല്ലെങ്കിൽ അവളെ കൂടെ വെച്ചിട്ടൊക്കെയാണ് ഇരുന്നത്. കാരണം ഇൻലോസിനൊക്കെ പനിയാണ്. കാരണം ഇൻലോസൊക്കെ പഠിക്കുന്ന ടൈമിൽ കുട്ടീനെ നോക്കലുണ്ട്. പക്ഷേ ഇത് എൻ്റെ കയ്യിൽ തന്നെയായിരുന്നു. ഭയങ്കര പണിയായിരുന്നു. പഠിത്തം ഇല്ലെങ്കിൽ നമ്മളിതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷെ നമുക്കിതൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ടെൻഷനായിരിക്കും. പഠിച്ച് തീരെയില്ല. പിന്നെ നമ്മുടെ ബുദ്ധിമുട്ടുമല്ലേ, നമുക്ക് പഠിക്കാനുള്ളതൊന്നും നമുക്ക് ജോലി കിട്ടുന്നോടം വരെ അതൊന്നും ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. നമ്മളെന്തൊക്കെയൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. ജോലി കയ്യിൽ നമുക്ക് അഡ്വൈസ് ലെറ്റർ അത് വരുന്നവരെ ഇതൊക്കെ ഒരു പ്രശ്നം മാത്രമായിരിക്കും. എനിക്ക് തോന്നുന്നു ചിലരുടെ കേസിൽ അങ്ങനെ ആയിരിക്കും. എങ്കിലും നമ്മളെ പരമാവധി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവരും. അങ്ങനെ ഞാൻ പകൽ കുറേ ടൈമൊക്കെ എടുത്തിരുന്നു. പിന്നെ ഞാൻ 10 മണിക്ക് ശേഷമാണ് രാത്രിക്ക് ഇരിക്കാൻ പറ്റിയത്. ഇതിന് മോൾക്ക് ഭയങ്കര വാശിയാണ് കേട്ടോ. പനിയായതുകൊണ്ട് എപ്പോഴും ഉള്ളതിനെക്കാട്ടും നല്ല വാശിയായിരുന്നു. എപ്പോഴും അത്ര വാശിയൊന്നുമില്ല. ഇത് നിലത്തിരിക്കുന്നില്ല, ഫുഡ് കഴിക്കുന്നില്ല, അങ്ങനെ കുറേ കാര്യം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു നൈറ്റ് തന്നെ ഇരുന്നിട്ട് തീർക്കണം. ഇനിയും തീർത്തില്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകാൻ പറ്റില്ല. കാരണം 10 പേജസ് വെച്ച് തീർത്താലാണ് ഈ ബുക്ക് വേഗം തീർക്കുള്ളൂ. പിന്നെ SCRT മാത്രം വെച്ചുകൊണ്ടിരുന്നിട്ടും കാര്യമില്ലല്ലോ. പിന്നെ ഒരു എക്സാമിന് മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനൊക്കെ ആണെങ്കിൽ SCRT മാത്രം വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ 10 പേജസ് നോക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് ബാക്കി സബ്ജക്റ്റുകൾ നോക്കാൻ ടൈം സത്യത്തിൽ കിട്ടുന്നില്ല. പനിയൊക്കെ കാരണമാണ്. അതൊക്കെ കഴിയുമ്പോൾ ഞാൻ ഓക്കെ ആവും കേട്ടോ. ഞാൻ ഓക്കെ ആയിട്ടുണ്ട്. പൂർവാധിക ശക്തിയോടെ തിരിച്ചു വരണം ഇനി. അപ്പം 11 മണിയൊക്കെ ആയപ്പോൾ ഞാൻ വേഗം പേജസ് തീർക്കാനുള്ള തന്ത്രപ്പാടിലാണ്. ഞാൻ എന്താണെങ്കിലും ഇത് തീർത്തിട്ടേ കിടക്കുള്ളൂ എന്ന് തീരുമാനിച്ചു. നമ്മൾ അങ്ങനെ ഒരു ടാർഗറ്റ് വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തീർത്തിട്ടേ നമ്മൾ കിടക്കൂ എന്ന് നമ്മുടെ മനസ്സ് തന്നെ നമ്മളോടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് തീർക്കാൻ വേണ്ടിയിട്ട് ഉറക്കം കളിക്കും. പക്ഷേ എനിക്ക് നൈറ്റ് ഈ പനി ക്ഷീണത്തിൻ്റെ കുറേ ടാബ്ലറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ക്ഷീണത്തിൻ്റെ എന്തോന്നു ചെറുതായിട്ട് മയങ്ങി വീഴുന്നുണ്ട്. പക്ഷേ ഞാൻ മയങ്ങുന്നതൊക്കെ സടകുടഞ്ഞ് എണീറ്റു എന്നാണ് പറയണം. എന്നിട്ട് പിന്നെ ഇത് പഠിച്ചു കേട്ടോ. ഞാനിങ്ങനെ വലിയ പ്രവേശനം പറയുമ്പോൾ നല്ല രീതിയിൽ ഇതിൽ നല്ലോണം പഠിക്കുന്ന ഒത്തിരി പേരുണ്ടാവും. എന്നാലും ഞാൻ എൻ്റെ കാര്യമായിട്ട് പറയുന്നത്, എനിക്ക്
എൻ്റെ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ 11 മണി എന്നൊക്കെ പറയുമ്പോൾ ഇരിക്കാൻ ബുദ്ധിമുട്ട്. രാവിലെ എണീക്കണം. രാവിലെ ഒത്തിരി ടൈമൊന്നും നമുക്ക് കിടക്കാൻ പറ്റില്ലല്ലോ. രാത്രിക്കത്തെ ഉറക്കക്കുറവ് രാവിലെ മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്കൊന്ന് വീട്ടമ്മമാർക്കതൊന്നും സാധിക്കത്തില്ല. അങ്ങനെ ഏകദേശം ഒരു 11:30 ആയപ്പോഴത്തേക്കും എൻ്റെ 10 പേജസ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അപ്പം നമ്മളിന്നും സക്സസ് ആയിട്ട് 10 പേജസ് SCERT പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അടുത്തത് മധ്യകാല ഇന്ത്യ ഇതോടെ കഴിഞ്ഞു. ഇനി പ്രാചീന ഇന്ത്യ ചരിത്രമാണ്, അതാണ് പഠിച്ചെടുക്കേണ്ടത്. അതിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയത്തില്ല. അവസ്ഥ അറിയത്തില്ല എന്ന് വെച്ചാൽ പഠിച്ചിട്ടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ മനസ്സിലായി. അപ്പോൾ അത് നമുക്ക് അടുത്ത ഡേ ആയിട്ട് പഠിച്ച് തീർക്കണം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോസുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ നമുക്ക് ഡേ ടു ഡേ ആയിട്ട് SCERT ചലഞ്ച് തന്നെ നടത്തി 10 പേജസ് വെച്ചത് എത്ര വേഗം കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബാക്കിയൊക്കെ സാഹചര്യം പോലെ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ടു ഡു ലിസ്റ്റൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ടിക്ക് ഇട്ട് ഞാൻ അത് കാണുമ്പോൾ തന്നെ ഒരു സമാധാനം. ഓക്കെ, ബൈ.